ആരോഗ്യപ്രദമായ രീതിയിലല്ല കുക്ക് ചെയ്യുന്നെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് കപ്പ. നമുക്കറിയാം ഹൈഡ്രജൻ, സയനൈഡ്, അതുപോലെ തന്നെ ലിനമാരിൻ എന്ന പേരുള്ള ടോക്സിൻസ് ധാരാളം നമ്മുടെ കപ്പയുടെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയ അളവിൽ കപ്പയിലുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, ഒത്തിരി ഇത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് നമുക്ക് ഒരുപാട് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കപ്പ നല്ല തിളച്ച വെള്ളത്തിൽ വേണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കപ്പ നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊന്ന് ആ കപ്പ എത്രയും ഉള്ളത് കൊണ്ട് തന്നെ അതൊന്ന് എന്താ പറയുക, ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഇതൊരു 1.5 കിലോ 2 കിലോ കപ്പയുണ്ട് കേട്ടോ, അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം കപ്പ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാണ്, അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഹൈഡ്രജൻ സയനൈഡ് അളവ് പൂർണ്ണമായിട്ടും നമ്മളെ കപ്പയിൽ നിന്ന് പോകുമെന്നാണ് പറയുന്നത്. പിന്നെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ വെള്ളം, നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത വെള്ളം നന്നായിട്ട് തന്നെ ഊറ്റിക്കളയുക. പൂർണ്ണമായിട്ടും ഊറ്റിക്കളഞ്ഞതിന് ശേഷം രണ്ടാമതൊരു വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് തിളപ്പിക്കുക. തിളപ്പിച്ച് ആ വെള്ളവും ഊറ്റിക്കളഞ്ഞ ശേഷം, പണ്ട് കാലത്തുള്ള നമ്മുടെ പൂർവികന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇതല്ലാതെ നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വയറിന് പ്രശ്നങ്ങൾ. പക്ഷേ ചെറിയ അളവിലാണെങ്കിൽ പോലും നമ്മളത് ശ്രദ്ധിക്കില്ല. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കണം. അത് വളരെ അപകടകരമായ ഒരു രീതിയാണ്. അപ്പം ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. എന്നിട്ട് ഇതേ നന്നായിട്ട് കുത്തി ഉടച്ച് നമുക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും അത് കഴിക്കുകയൊക്കെ ചെയ്യാം, നമ്മളിഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് വെള്ളം 2 തവണയെങ്കിലും തിളച്ച വെള്ളത്തിലിട്ട കപ്പ വേവിച്ചെടുത്ത് 2 തവണ വെള്ളം മാറ്റി എന്നതിന് ശേഷം മാത്രം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മളെ കപ്പ വേവിച്ചെടുത്ത് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.